രാജ്യവിരുദ്ധ പ്രകടന പത്രികയുമായി CPM കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം റദ്ദാക്കുമെന്ന് പ്രകടന പത്രികയിൽ. ദേശീയ തലത്തിൽ അധികാരത്തിലെത്തിയാൽ UAPയെയും CAയെയും റദ്ദാക്കും. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്നും പത്രികയിൽ പറയുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അതിന് അല്പസമയം മുമ്പ് ഡൽഹി AKG ഭവനിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മറ്റ് മുതിർന്ന അംഗങ്ങളും ചേർന്നാണ് CPMന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. CPMന് രാജ്യവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളുമായുള്ള ബന്ധം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഈ പ്രകടന പത്രിക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിലേറ്റവും പ്രധാനമായും എടുത്തു പറയുന്ന ഒന്ന് UAPയെ ഒഴിവാക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഭീകര സംഘടനകളെയും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഭീകരവാദികൾക്കുമെതിരെ ചുമത്തുന്ന അതിശക്തമായ നിയമമാണ് UAPA എന്നുള്ളത്. അടുത്ത കാലത്ത് UAPA നിയമം തന്നെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയതാണ്. മാത്രമല്ല, കേരളത്തിലും മറ്റും വലിയ സ്വാധീനമുണ്ടായിരുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നതും ഇതേ UAPയെ ചുമത്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും പല ഭീകര സംഘടനകളെ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ ആണെങ്കിലും ഒക്കെ നിരോധിച്ചതും പല വ്യക്തികളായിട്ടുള്ള ഭീകരവാദികൾ അവർക്കെതിരെയൊക്കെ ചുമത്തിയിട്ടുള്ള അതിശക്തമായ നിയമം റദ്ദാക്കുമെന്നാണ് ഈ പ്രകടന പത്രികയിൽ ആദ്യം തന്നെ CPM വ്യക്തമാക്കുന്നത്. ഒപ്പം പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക മതരാജ്യങ്ങളിൽ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനം, പ്രത്യേകിച്ച് ഹിന്ദുക്കളും ക്രൈസ്തവരും ബുദ്ധന്മാരും സിഖ് മതവിഭാഗക്കാരും ഒക്കെ അടങ്ങുന്ന ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ അവർ നേരിടുന്ന അതിഭീകരമായ മതപീഡനം, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അങ്ങനെ അത്തരം മതഭീകരവാദ പ്രവർത്തനങ്ങൾ ഭയന്ന് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തുന്ന സമൂഹത്തിന് പൗരത്വം നൽകുന്ന വിഷയത്തിൽ CPM എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം. എന്തായാലും ഈ പ്രകടന പത്രികയിൽ പറയുന്നത് CPMന് ഭരണമുണ്ടെങ്കിൽ CAയെ റദ്ദാക്കും, ഒഴിവാക്കുമെന്നുള്ളതാണ്. ഒപ്പം ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPM പറയുന്നത് ഈ ജമ്മു കശ്മീരിന് പ്രത്യേക അധികാരം നൽകണമെന്നുള്ളതാണ്. നമുക്കറിയാം, 2019 ഓഗസ്റ്റ് 5-ന് കേന്ദ്ര സർക്കാർ ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയിരുന്നു. എന്നാൽ CPM പ്രകടന പത്രിക ചൂണ്ടിക്കാണിക്കുന്നത് CPMന് ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 വീണ്ടും പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ്. ഒപ്പം ജമ്മു കാശ്മീരിൽ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളും ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും CPMന്റെ ദേശവിരുദ്ധ സ്വഭാവം, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്തുവാനും പ്രീതിപ്പെടുത്തുവാനുമുള്ള CPMന്റെ ശ്രമം അത് ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ഇന്നിപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഈ പ്രകടന പത്രിക. ആതിര.